بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته. ഇന്നത്തെ ദർസ് ഈസാ നബി അലൈഹി സ്വലാം വന്നാൽ ഇസ്തിഗാസ ചെയ്യുമോ? ബാറക്കല്ലാഹു ഫീക്കും. അവസാന കാലത്ത് ഈസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് വരുന്ന ഒരു സംഭവം ഇസ്തിഗാസക്ക് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മരണപ്പെട്ടവരോട് സഹായം തേടുന്ന കക്ഷികൾ, കേരളത്തിലെ സമസ്തക്കാർ, അവർ ഈ സംഭവം ഇസ്തിഗാസക്ക് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലയൂഷിക്കന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹക്കമൻ അദ്ലൻ ഫയക്സിറ സലീബ വയഖ്തുലൽ ഖിൻസീറ വയദഅ ജിസിയത വയഫീദൽ മാലു ഹത്താ ലാ യഖ്ബലഹു അഹദുൻ ഹത്താ തകൂന സജ്ദതു അൽ വാഹിദതു ഖൈറും മിൻ ദുനിയ വമാ ഫീഹാ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈസാ ഇബ്നു മറിയം നീതിമാനും ജ്ഞാനിയുമായ ഒരു ഭരണാധികാരിയായി ഇറങ്ങും. അദ്ദേഹം കുരിശു നശിപ്പിക്കും, പന്നികളെ കൊല്ലും, ജിസിയ നടപ്പിലാക്കും, സ്വീകരിക്കാൻ ആളില്ലാത്ത വിധം സമ്പത്തൊഴുകും, അഥവാ അഭിവൃദ്ധി ഉണ്ടാകും. ഒരു സുജൂദ് ദുനിയാവും അതിലുള്ളതിനേക്കാളും പ്രാധാന്യമുള്ളതാകും. ഇത് ബുഖാരി 2109 മുസ്ലിം 155 റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത്രയുമാണ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത്. അപ്പോൾ ഇത് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതെല്ലാം മുഅ്ജിസത്താണ്, അസാധാരണമായ സംഭവങ്ങളാണ്. അതായത് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരാം, പന്നികളെ കൊല്ലാം, ബാറക്കല്ലാഹു ഫീക്കും, പിന്നെ കുരിശ് നശിപ്പിക്കുക, ഇതൊക്കെ എന്താണ്? മുഅ്ജിസത്താണ്, അസാധാരണമായ സംഭവങ്ങളാണ്. ഇത്രയും ഭാഗങ്ങളാണ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത്. എന്നാൽ ഒരു അധിക വാക്യം അബൂ യഅലയുടെ മുസ്നദിലുണ്ട്. അതിങ്ങനെയാണ്: സുമ്മ ലൈൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അനന്തരം അദ്ദേഹം എൻ്റെ ഖബറിനടുത്ത് നിൽക്കുകയാണെങ്കിൽ പറയും, ഹേ മുഹമ്മദ്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. ഇത് അബൂ യഅലയുടെ മുസ്നദിലെ 11-ാം വോള്യം 462-ലുള്ളതാണ്. ഈ വാക്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ഖബറിനടുത്ത് നിൽക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഉറപ്പില്ല നിൽക്കുമെന്ന്. കാരണം നിൽക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ലൈൻ കാമ അലാ ഖബരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് വരാൻ പോകുന്ന സംഭവങ്ങളുടെ പ്രവചനങ്ങളെല്ലാം ഉറപ്പായും നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. അത് സംശയരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പാടില്ല. ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഉണ്ടായേക്കാമെന്നല്ല. അതുകൊണ്ട് ഈ വാക്യം ഖബറിനടുത്ത് നിൽക്കുകയാണെങ്കിൽ ഉറപ്പുള്ളതല്ലാത്ത രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഈ ഭാഗം തകരാറുള്ളതാണെന്ന് അബൂ യഅലയുടെ മുസ്നദിന്റെ പരിശോധകൻ ഇർഷാദ് അൽ ഹഖ് അൽ അഥരി പറഞ്ഞിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് മുഅ്ജിസത്താണ്, അസാധാരണമായ സംഭവം. മുസ്നദിന്റെ യഅലയിൽ വന്നതോ സംശയരൂപത്തിലാണ്. പ്രവചനം സംശയരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയില്ല. അത് പ്രവചനത്തിൽ സംശയം ജനിപ്പിക്കലാണ്, പ്രവാചകത്വത്തെ നിഷേധിക്കലാണ്. സംശയരൂപത്തിൽ പ്രവചനം പറഞ്ഞാൽ എങ്ങനെ പ്രവാചകൻ എന്ന് വിളിക്കും? അല്ലാഹുവിൽ അഭയം. അതുകൊണ്ട് മുസ്നദിൽ വന്ന അധിക വാക്യം തകരാറുള്ളതാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനടുത്ത് വരില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇസ്തിഗാസയാണെന്ന് അല്ലാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ റളിയല്ലാഹു അൻഹും മദ്ഹബിലെ 4 ഇമാമുകളോ 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകളോ പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു റിപ്പോർട്ടുണ്ട്. അതിങ്ങനെയാണ്: ലയഹ്ബിത്തന്ന
ഈസബിനു മറിയമ ഹകമൻ വ ഇമാമൻ മുഖ്സിതൻ വല യസ്ലുകന്ന ഫജ്ജൻ ഫജ്ജൻ ഹാജ ഔ മുഅ്തമറൻ വലിയതിയന്ന ഖബരി ഹത്ത യുസല്ലിമ അലയ്യ വല അറുദ്ദന്ന അലൈഹി. ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹീഹാണെങ്കിൽ അസാധാരണമായ സംഭവങ്ങളിൽപ്പെട്ടതാണ്. ഈ റിപ്പോർട്ട് സഹീഹാണെങ്കിൽ, ഇവിടെ സംശയരൂപത്തിലൊന്നും പറഞ്ഞിട്ടില്ല, സഹീഹാണെങ്കിൽ ഇതെന്താണ്? ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഉടനെയാണ് ഖബറിൻ്റെ അടുത്ത് പോകുന്ന സംഭവം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് അസാധാരണമായ സംഭവങ്ങളിൽപ്പെട്ടതാണ്. അസാധാരണമായ സംഭവങ്ങൾ ഇസ്തിഗാസകൾക്ക് തെളിവാണെന്ന് അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ റളിയല്ലാഹു അൻഹും മദ്ഹബിലെ 4 ഇമാമുകളോ 6 ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഇമാമുകളോ പഠിപ്പിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ദർസ് എടുത്തതുമാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം ഇസ്തിഗാസക്ക് തെളിവല്ല. ഈസാ നബി അവസാന കാലത്ത് വരുന്ന സംഭവം, ഈ 2 റിപ്പോർട്ടും എന്താണ്? ഇസ്തിഗാസക്ക് തെളിവല്ല. മരണപ്പെട്ടവരോട് സഹായം തേടാൻ തെളിവല്ല. ബാറക്കല്ലാഹു ഫീക്കും.